രണ്ടാമത്തത് ഇതൊക്കെ പറഞ്ഞിട്ട് ഗസാലി അവസാനം പറയണം, ഇതൊന്നും ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല. ലാക്കിൻ ലാ യർജു ഇല്ലാ ഇലല്ലന്നി വത്തഖ്മീലി. ഇതൊക്കെ ഒരു ഊഹവും അതേപോലെ തന്നെ ഒരു ഉറപ്പൊന്നുമില്ല. ഗസാലിനെ പറയണത് ഇതൊക്കെ പറഞ്ഞിട്ട് പറയണത് ലാക്കിൻ ലാ യർജു ഇല്ലാ ഇലാ ലന്നിൻ വതഖ്മീനിൻ ലാ അന്നഹുല്ലദി അറാദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തൻ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ഉറപ്പില്ലാതൊക്കെ പറയാം. നബി ഇത് പറഞ്ഞിരുന്നൊന്നും ഉറപ്പിച്ച് നബി ഈ 42 കൊണ്ട് 46 കൊണ്ട് ഉദ്ദേശിച്ചതാണെന്നൊന്നും എന്താക്കാൻ പറ്റില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാണ്. അപ്പൊ മറുപടി അയാൾ തന്നെ സത്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ എന്താ വിഷയം എന്നറിയോ, ഈ സാധുക്കൾക്ക് ഇത് എന്താ പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതാണ് പ്രശ്നം. എന്താണ് ഇവിടെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫഹാദിഹി സിഫാത്തു കമാലാത്തിൻ സാബിത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥിരപ്പെട്ട വിശേഷണങ്ങളാണ് ഇത്. അപ്പൊ പിന്നെ എന്താ ഇത് ഉറപ്പില്ല എന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചിട്ടാണ്? അതാണ് ഇവർക്ക് തിരിയില്ല എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞെന്താ അറിയില്ല, ലാകിൻ ലാ യർജിഉ ഇലാ ലന്നിൻ വതഖ്മീനിൻ ലാ അന്നഹു അല്ലദി അറാദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖീഖത്തൻ. അഥവാ നുബുവത്തിന്റെ 46 ഇനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ 46 ഇനങ്ങൾ ഇതാണോ എന്നുറപ്പില്ല. അത് നബി തങ്ങൾ ഹദീസിലൂടെ പറയുമ്പോഴാണ് നമുക്ക് 100% അതാണ് ആ 46 എണ്ണം എന്ന് മനസ്സിലാക്കുക. പക്ഷെ അത് ഉറപ്പില്ല. അതേ സമയത്ത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശരിയല്ല എന്നാണോ? അല്ല. കാരണം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ ഒറ്റ ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലഹു സിഫത്തു, നബി തങ്ങൾക്ക് ഒരു വിശേഷണമുണ്ട്, യുബ്സിറു ബിഹൽ മലായികത, നബി തങ്ങൾക്ക് മലക്കുകളെ കാണാൻ പറ്റും. അത് തെറ്റാണ് അതിന്റെ അർത്ഥം? അത് പിന്നെ ഒരു ഉറപ്പില്ലാതെ പറഞ്ഞത് എന്നാണ് അർത്ഥം. ഇനി ഇതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളുണ്ട്, അതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട വിഷയങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്, 46 ഇനങ്ങളിൽ പെട്ടതാണോ അല്ലേ എന്ന വിഷയത്തിൽ ഉറപ്പില്ല, അത് ലന്നിയായ കാര്യമാണ്. ഇത്രല്ലേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ സാധുക്കൾക്ക് മനസ്സിലായില്ല. ഇനി വേണ്ട, ഇനി ഇതൊരു ലന്നിയായ കാര്യമാണെങ്കിൽ തന്നെ ഇത് ഷിർക്കാണ്. നോക്കുക, ഷിർക്കായ കാര്യമാണോ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവരിക? അവിടെയാണ് പോയിന്റ്. നിങ്ങളെ വിഷയം എന്താണ്? മഹാന്മാർക്ക് അങ്ങനെ അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് വിശ്വസിച്ചാൽ, നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് അങ്ങനെ അറിയിച്ചു കൊടുക്കും. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന ഈ കാര്യം ഒരു ഹദീസിന്റെ വ്യാഖ്യാനമായിട്ട് ഇമാം ഗസാലി തങ്ങൾ കൊണ്ടുവന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ കൊണ്ടുവന്ന ഷിർക്കിനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഇബ്നു ഹജർ തങ്ങൾ കൊണ്ടുവന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് കൂട്ടരെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കൊണ്ട്